കഴിഞ്ഞ കുറച്ച് ദിവസമായി ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് നമ്മൾ കേട്ടത്. അതിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണമുണ്ട്, അതുപോലെ തന്നെ മേയർ KSRTC ഡ്രൈവർ തമ്മിലുള്ള തർക്കം, ഇതൊക്കെയുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ ആദ്യമായി ഗതാഗത മന്ത്രി KB ഗണേഷ്കുമാർ 24-നോട് പ്രതികരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണമായിരുന്നു. സമരം എന്നുള്ള രീതിയിൽ ആദ്യം ഈ ബഹിഷ്കരണവുമായൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അജണ്ട ഇതിൻ്റെ ഇക്കാര്യത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ പറയുന്നതൊക്കെ വെറും തട്ടിപ്പാണ്. ചെറുതും വലുതുമായ എല്ലാ സംഘടനകളെയും ഞാൻ വിളിച്ചു, 2 മണിക്കൂർ ചർച്ച ചെയ്തു. പുതിയ ഡിസൈൻ കാണിച്ചു, ഇതാണ് നമ്മുടെ എച്ചിന് പകരം ഇങ്ങനെ വരും. ഇത് അംഗീകരിച്ച് ഈ 2 മണിക്കൂറത്തെ ചർച്ച കഴിഞ്ഞ് ഇവരൊന്നടങ്കം ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് കൈയടിച്ചു, ഇൻക്ലൂഡിങ് CITU എന്ന് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ. ഏപ്രിൽ 1-ാം തീയതി തൊട്ട് നടത്താനാണ് ആദ്യം തീരുമാനിച്ചത്. ജൂൺ 1 അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ മെയ് 1 മാറ്റിയിരിക്കുന്നു, പുതിയ സ്കീമുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു കോടതിയെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു, ഒന്നുമില്ല, ഇനി ആ കേസ് വീണ്ടും വരുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ ഓരോന്നും എന്തിനാണ് ഇതിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു അഫിഡവിറ്റ് ഞങ്ങൾ ഫയൽ ചെയ്യും. ഡ്രൈവിംഗ് സ്കൂളുകളുടെയൊക്കെ ഒരു ആവശ്യം വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സർക്കുലർ ഇന്ന് പുതുക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ഇളവുകൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതെന്താ പുതുക്കി ഇറക്കാനുള്ള ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചർച്ച ചെയ്ത് 30 എന്ന് അവരെ മുമ്പ് വെച്ച് തന്നെയാണ് തീരുമാനിച്ചത്. പിന്നെ അവരൊരു തർക്കം പറഞ്ഞപ്പോൾ ഭയന്നിട്ടൊന്നുമല്ല. ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു ജനപ്രതിയാണ് ഞാനും. മേയർ ആര്യചന്ദ്രനും അതുപോലെ തന്നെ KSRTCയിലെ താത്കാലിക ഡ്രൈവർ യദുവുമായുള്ള തർക്കമാണ്. ഈ തർക്കത്തിൽ ഗതാഗത വകുപ്പിൻ്റെ ഗതാഗത മന്ത്രിയുടെ നിലപാടെന്താണ്? ഞാൻ എൻ്റെ നിലപാട് ആദ്യം തന്നെ അറിയിച്ചു. ഈ 2 കേസുകളും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. അവിടെ KSRTCക്ക് റോളില്ല. പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല. ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം 4 വണ്ടി പാർക്ക് ചെയ്തിരുന്നതിൽ 3 വണ്ടിയിലും അതുണ്ട്. അങ്ങനെ ഊരി എടുക്കാറില്ല, വണ്ടി അടച്ചാണ് ഇടുന്നത്. പക്ഷേ അതെല്ലാം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ കണ്ടെത്തൽ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ. അത് ആരെടുത്തു എന്ന് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കതിനുള്ള വഴിയില്ല, കാരണം അവിടെ ക്യാമറയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ ചില ആരോപണവുമായി ഒരു യുവനടി ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ KSRTCയുടെ വിജിലൻസ് ഉൾപ്പെടെ ഇതിൽ അന്വേഷിച്ച് നേരത്തെ എന്തോ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മിനിസ്റ്റർ? ആക്ട്രസിൻ്റെ പരാതി ഇന്നലെ ഫേസ്ബുക്കിലാണ് കണ്ടത്. അത് ഇന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആക്ട്രസ് പറയുന്ന സമയത്ത് ഈ വണ്ടി ഓടിച്ചിരുന്നത് ഈ യദു എന്ന ഡ്രൈവർ തന്നെയായിരുന്നു. അത് നമ്മളെ രേഖയുണ്ട്. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഈ ഡ്രൈവർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം തൃശ്ശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ വഴിക്കടവ് വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. ഈ ആക്ട്രസ് പറയുന്നതിൽ പൂർണ്ണമായി സത്യമുണ്ടെന്നുള്ളവരെ ഇനി ബാക്കി തെളിവും കൂടെ എടുത്തതിനെ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവർ പറയുന്നതിൽ സത്യമുണ്ട്. കാരണം ആദ്യം ഇയാൾ തന്നെയാണ് ഓടിച്ചതെന്ന് കണ്ടത്. ഇത്തരത്തിലാണ് ഇപ്പോൾ തുടർന്നു വരുന്ന വിവാദങ്ങളിൽ ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. ക്യാമറമാൻ മനീഷ് VS-നൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.